സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ മുളകിട്ടതാണ്. തേങ്ങ അരയ്ക്കാതെ മുളക് മാത്രം ചേർത്ത് വെച്ചിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കറിയാണ് ഇത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതേ ഒന്ന് കളറ് മാറി വഴന്ന് വരുന്നിടം വരെ വഴറ്റിയെടുക്കാം. വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാകുമ്പം കറിക്കാൻ നല്ല കളറും ഒരു കൊഴുപ്പും കിട്ടും. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, 1/4 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം എണ്ണയിൽ വഴറ്റി പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് 2 കഷ്ണം വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തവി കൊണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരാനായിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കൊണ്ട് ചാറ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കറിക്ക് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. 1/2 കിലോ ചെമ്മീനാണ് കറിക്കെടുത്തിരിക്കുന്നത്. ഇത് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ 300 ഗ്രാം കാണും. കുറച്ച് വലിപ്പമുള്ള ചെമ്മീനാണ്. ഇത് നമുക്ക് ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് വീഡിയോകൾക്ക് മുമ്പേ ഒരു ചെമ്മീൻ തീയൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. തേങ്ങ വറുത്തരച്ച് ചെമ്മീനും മുരിങ്ങയ്ക്കയും ചേർത്ത് വെച്ച തീയൽ. നല്ല ടേസ്റ്റുള്ള ഒരു തീയലായിരുന്നേ. കാണാത്തവരൊന്ന് കയറി കാണണേ. ചെമ്മീൻ കറി വെക്കാൻ അറിയാത്തവർക്കും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ചെമ്മീനിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. വെള്ളം കൂടുതലാകാതെ ശ്രദ്ധിക്കണേ. വലിയ ചാറില്ലാതാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതാണ് ഈ കറിയുടെ ടേസ്റ്റും. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പം നല്ലവണ്ണം ചാറൊക്കെ കുറുകി വന്ന് ചെമ്മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതെല്ലാം കറിയിലേക്ക് ചേർത്ത് തവി കൊണ്ട് ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ മുളകിട്ടതാണ് ഇത്. വളരെ പെട്ടെന്നും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഒന്ന് ഈ രീതിയിൽ ചെയ്ത് നോക്കണേ. എപ്പോഴും നമ്മൾ ഫ്രൈയും തീയലും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ കറിയാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ എല്ലാം കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചെമ്മീൻ മുളകിട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.